അതെ, ഞാൻ വീട്ടിൽ പോവാ. ഞാനും നിനക്ക് വെളിപാട് വന്നോ? വന്ന് ഞാനപ്പോഴേ പറഞ്ഞില്ലേ, മര്യാദക്ക് ടൂർ പോയാ മതിയായിരുന്നു. സത്യം. അപ്പൊ അവളുടെ കോപ്പിലെ സ്വപ്നം ഒരു ദിവ്യപ്രേമം പറ്റിപ്പോയി. അപ്പൊ എങ്ങനാ തിരിച്ചു പോവല്ലേ? എന്നാലും നിങ്ങൾ കെട്ടിയാൽ അങ്ങേര് നമ്മുടെ കുടുംബമാവൂലേ? അപ്പോഴും സഹിക്കണ്ടേ? എനിക്ക് തോന്നുന്നു പുള്ളിക്ക് പ്രേമൊന്നും ഇല്ലാത്തോണ്ടാ ഈ സ്വഭാവം. അതെ, ആരെങ്കിലും ഒരാൾ അങ്ങേരെ പ്രേമിച്ചിരുന്നെങ്കിൽ ഈ മൊരട സ്വഭാവം മാറിയാനെ. പക്ഷെ ഇങ്ങനെ ഈ സ്വഭാവം വെച്ച് ആര് പ്രേമിക്കാനാ? ഉണ്ണിയാർച്ച ഒന്ന് മനസ്സ് വെച്ചാൽ ആ കുഞ്ഞിരാമനെ നമുക്ക് പാട്ടിലാക്കാം. അയ്യടാ, അങ്ങനെ എന്നെ ബലി കൊടുത്ത് അങ്ങനെ ആരും നന്നാക്കണ്ട. എന്തായാലും നീ അങ്ങനെ വിളിക്കാൻ ഇറങ്ങി തിരിച്ചതല്ലേ, എന്നാ പിന്നെ ഒന്ന് ട്രൈ ചെയ്തൂടെ? അമ്പടി, അതാവുമ്പോ നിന്റെ ഏട്ടൊരു ജീവിതവും ആവും. നിങ്ങളെ കെട്ടി കഴിഞ്ഞാൽ അവിടെ എന്റെ ശല്യം ഉണ്ടാവില്ല. ഒരു വെടിക്ക് രണ്ട് പക്ഷി അല്ലേ? എന്റെ പൊന്നോ, ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ അങ്ങനെ കണ്ടൊരു ഗുഡ് ബൈ പറഞ്ഞിട്ട് വരാം. ചെങ്ങായി സമ്മതിക്കുമല്ലോ. അങ്ങോട്ട് നോക്ക്. എന്തേ ബൈ പറഞ്ഞില്ലേ? അല്ല, ജാനു പറഞ്ഞ പോലെ എന്തായാലും അങ്ങേർക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതല്ലേ. അപ്പൊ പിന്നെ എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? അവിടെ ചെന്നപ്പോ പെട്ടെന്നൊരു ദിവ്യദൃഷ്ടി കിട്ടി, ഒരു ഉള്ളുവിളി. നീ കണ്ട ദൃഷ്ടി സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട്. അതൊന്നും കണ്ടിട്ടല്ല. ഞങ്ങളെ വിശ്വസിച്ചു. അപ്പു പോകുന്നില്ലേ? ഇറങ്ങുവാ. ഇവിടെ കൂട്ടുന്നില്ലേ? ഇനി 3 ദിവസം കൂടല്ലേ ഉള്ളൂ. അവരുടെ ലൈഫിലെ നല്ല മൊമെന്റ്സ് അല്ലേ, അതവരിവിടെ നിന്ന് എൻജോയ് ചെയ്തോട്ടെ കരുതി. ഞാൻ ടൗണിൽ പോവാ. ഡ്രോപ്പ് ചെയ്യണം? വേണ്ട, ഞാൻ ഇന്നലെ ബൈക്കിലാവുന്നു. നിങ്ങളുടെ കെട്ട് വേഗം നടത്തണം. അയ്യോ, ഞാനിന്നലെ ചുമ്മാ കാണാൻ വന്നത്, അതുകൊണ്ടല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. പിന്നതെ ഇവള് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കിയ ഞാൻ ഇവിടെ നിന്ന് ഇറക്കിയോളൂ. അവളിനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഉണ്ടാതിരിക്കടി. ഞാൻ പോവാ. നിങ്ങൾ ഓട്ടോസിൽ നിന്ന് ഇങ്ങോട്ട് തന്നെ മാറിക്കോ. ഞാനും പോവാ. അപ്പൊ ശരി. നീ എങ്ങനെയാ അനന്തേട്ടനെ വിളയ്ക്കാൻ പോണേ? ഒരു ഐഡിയ ഇല്ല. അങ്ങേർക്ക് എന്നെ കാണുന്നതേ കലിയ, പിന്നെ എങ്ങനെ വിളയ്ക്കാനാ? നീ ഇനി കുറച്ച് അടക്കോ ഒതുക്കോ ഒരു മലയാള തനിമയൊക്കെ നിന്നാ മതി. നിന്റെ അടുത്ത് സെറ്റ് സാരി ഉണ്ടോ? ഉണ്ട്. ഇത് ഞാനൊരു പൊളി പൊളിക്കും. പിന്നെ ഒരു കാര്യം, മാക്സിമം പിന്നെ കുത്തിക്കോ. അതെന്താ, സ്വപ്നത്തിൽ ഈ പ്ലാൻ ഒന്ന് ചീറ്റിയതോ? അപ്പൊ 18 അടവും പയറ്റിയായിരുന്നല്ലേ? യെസ്. പോയി അതിലോർക്ക്. കർത്താവേ, പുള്ളി ഇംപ്രസ്ഡ് ആവണേ. നീ തിരുവാതിര കളിക്ക് എങ്ങാനും പോകുന്നുണ്ടോ? ഇല്ല. പിന്നെ നിന്റെ കല്യാണം വല്ലതും? അല്ല, ഈ വേഷത്തിൽ കണ്ടുകൊണ്ട് ചോദിച്ചതാ. എന്നെ കണ്ടിട്ട് ഒന്നും തോന്നില്ലേ? ഈർക്കയിലെ തുണി ചുറ്റിയപ്പോഴുണ്ട്. വിജയകരമായി പരാജയപ്പെട്ടിരിക്കുന്നു. ഒരു കിലോഗ്രാം പിന്നും കുത്തി നിന്നത് മിച്ചം. ഇനി നമ്മൾ എന്ത് ചെയ്യൂടാ? നിന്റെ ഏട്ടന്റെ വീക്ക്നെസ് എന്താ? ആർക്കറിയാ? ബെസ്റ്റ് ഐഡിയ. എന്റെ ഒരു വീക്ഷണ കോണകത്തിൽ അങ്ങേരെ ഇംപ്രസ് ചെയ്യിക്കാൻ ഒരു മികച്ച വഴിയുണ്ട്. എന്താ? ജിം. അത് കൊള്ളാം. ഞാനും പോയി ആ സൈക്കിൾ ചവിട്ടണമെന്നാണോ നീ പറയുന്നത്? കുറച്ച് അധ്വാനിച്ചാലും പ്ലാൻ സക്സസ് ആയ പോരെ? അതെ. സോ നീ നാളെ രാവിലെ 4 മണിക്ക് എണീറ്റ് വർക്കൗട്ട് തുടങ്ങിക്കോ. എന്റെ പട്ടി എണീക്കും 4 മണിക്ക്. നിനക്ക് അങ്ങേരെ ഇംപ്രസ് ചെയ്യണ്ടേ? 5 മണിക്ക് എണീറ്റ് ഇംപ്രസ് ചെയ്യിച്ചാ മതിയോ? 5 എങ്കിൽ 5. ഇപ്പൊ ഫുഡ് കഴിച്ചു പോയി കിടന്നുറങ്ങിക്കോ.
എണീക്കി അച്ചു, എണീക്കി. ഡീ വേഗം പോയി ഇംപ്രസ് ചെയ്. ചെല്ല്, ഒരു 6 മണിക്ക് ഇംപ്രസ് ചെയ്താ പോരെ. എന്ത് വേണം? അത് ഞാനും കൂടെ ഈ മസിലൊക്കെ വരാൻ. ഓ അതാണോ കാര്യം? വാ. ഏയ് തമാശ കളിക്കാനാണെങ്കിൽ ഇറങ്ങിപ്പോ. ഇല്ല, ഞാൻ മര്യാദക്ക് ചെയ്തോളാം. വാ, എന്തായി പോയി നോക്കാം. ഇംപ്രസ് ആയിന്നാ തോന്നുന്നേ. അതെ, ഗെറ്റ് ഔട്ട് ഒന്നും കേട്ടില്ല. പുള്ളി ഇതേ വരുന്നു. എന്താ മൂന്നും കൂടെ? അല്ല, അച്ചു വർക്കൗട്ട് ചെയ്യാൻ. ആ അകത്തുണ്ട്, ചെന്ന് കാണാം. ഹെവി വർക്കൗട്ടാ. അനന്തേട്ടൻ ഇംപ്രസ് ആയി കാണുമല്ലേ? മിണ്ടാതിരി. എവിടെ ഈ പിശാശ്? അതാ അങ്ങോട്ട് നോക്കൂ. ബെസ്റ്റ്. ഇവിടെ കിടന്നുറങ്ങാനാണോ പോത്തെ നിന്നെ ഞങ്ങൾ ചാവൽ എണീപ്പിച്ചു വിട്ടെ? എന്നെ കൊണ്ടൊന്നും വയ്യ പണിയെടുക്കാൻ. നമുക്കേ മേലെ അനങ്ങാതെ എങ്ങനെ ഇംപ്രസ് ചെയ്യാന്ന് നോക്കാം. ശരി, നിനക്കെന്നാ അങ്ങേരെ ഒന്ന് വശീകരിച്ച് നോക്കിക്കൂടെ? അതിലൊക്കെ വീഴോ? വെള്ളം കണ്ടിട്ടില്ലാത്ത മരുഭൂമിയല്ലേ. ഒരു മഴ പെയ്താ എന്താ സംഭവിക്കാന്നറിയാലോ. അതൊരു കൈ നോക്കാം. ഇതിലെങ്കിലും നീ വിജയിക്കണം. ഇതൊക്കെ നിസ്സാരം. വന്നു വന്നു, പോയി ഷൈൻ ചെയ്. ഓക്കെ, കർത്താവേ മിന്നിച്ചേക്കണേ. അപ്പേട്ടൻ എന്തുവാടി ഇത്? ഞാൻ അനന്തേട്ടനൊന്ന് ഇംപ്രസ് ചെയ്യിക്കാൻ. അപ്പൊ എന്താ അകത്തോട്ട് കയറാത്തെ? ഏയ് ഞങ്ങൾ ചുമ്മാ ഓരോന്ന്. ആദ്യം വന്നത് അപ്പേട്ടനായത് നന്നായി. അതെ, പുള്ളി അവളെ കണ്ട് വിജൃംഭിച്ചു പോയി. എന്താണിത്? മേക്കപ്പ് കൂടി പോയോ ചേട്ടാ? ഇവള് ജന്മനാ ഇങ്ങനാണോ? ഇതൊന്നേ ഉള്ളോ? അപ്പോഴേക്ക് അച്ഛൻ മരിച്ചേ. നന്നായി അവരൊന്നും ചെയ്യാഞ്ഞത്. അതും 3G. ജാനോ, അപ്പു വന്നിട്ടുണ്ട്. ഇപ്പൊ വരും, സംസാരിച്ചോളൂ. അവരോട് സംസാരിച്ചോളാൻ പറഞ്ഞിട്ട് ഇങ്ങേരെന്തിനാ അവിടെ ഇരിക്കുന്നേ? പൊട്ടൻ എന്ന് പറഞ്ഞാൽ ലോക പൊട്ടൻ. നിങ്ങളൊന്നും സംസാരിക്കുന്നില്ലേ? ആഹാ, അത് അനന്തേട്ടനൊന്ന് വരുവോ? എന്തിനാ? എനിക്കൊരു ഡൗട്ട്. എന്ത് ഡൗട്ട്? അത് മേലെ ജിം സെക്ഷൻ. അവിടെ വാ, വേഗം വാ. എന്തുവാടി ഇത്? എന്താ നിന്റെ ഡൗട്ട്? അവരോട് സംസാരിച്ചോളാൻ പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്നാ അവരെങ്ങനെ സംസാരിക്കാനാ? അതിനിപ്പോ എന്താ? എന്റെ ദൈവമേ, ഇയാൾക്ക് ശരിക്കും വയസ്സ് 29 അതോ 59? ഓ, നീ പറഞ്ഞു വരുന്നത് എനിക്ക് തന്താവിബാണെന്നായിരിക്കും. അതെ, ഈ കാര്യത്തിൽ ഞാൻ കുറച്ച് പഴഞ്ചരാം. അവളെ എന്റെ പെങ്ങളാ. അതെ, എന്റെ ആങ്ങളെയാ. അപ്പേട്ടൻ അവളെ പിടിച്ച് തിന്നൊന്നുമില്ല. തൽക്കാലം കല്യാണം വരെ ഇങ്ങനെ പോയാ മതി. അതുവരെ അവരുടെ മേലെ എന്റെ 2 കണ്ണും ഉണ്ടാവും. വെറുതെ അവൾക്ക് നിങ്ങൾ ഇഷ്ടമല്ലാതെ. എങ്ങനെ ഇഷ്ടപ്പെടും? ഇതല്ലേ സ്വഭാവം. അതിനൊക്കെ എന്റെ ഏട്ടൻ. പോയോ? അപ്പേട്ടൻ പോയോ? പോയി. വാ, കഴിക്കാം. ജാനു, അനന്തേട്ടൻ കഴിക്കേണ്ട ടൈം കഴിഞ്ഞല്ലോ. ഇതുവരെ വന്നില്ലല്ലോ. ശരിയാണല്ലോ. നീ ഒന്ന് പോയി വിളിച്ചിട്ടോ. അയ്യടി റോഷ, ഒന്ന് പോയി അനന്തേട്ടനെ കഴിക്കാൻ വിളിക്ക്. പുള്ളി വന്നില്ലേ? ഇന്ന് ടൈം ടേബിള് തെറ്റിയോ? ഞാൻ പോയി വിളിക്കാം. ഇവിടെ ഇല്ലേ? ലൈറ്റ് എന്താ ഓഫ്? ആർച്ച. അയ്യോ, അവൾക്ക് ശരിക്കും എന്നെ ഇഷ്ടല്ലേ? ആർക്ക്? ജാനുവിന്. ഓ,
അപ്പൊ അതാണോ കാര്യം? പറ, അവൾക്ക് ശരിക്കും എന്നെ ഇഷ്ടല്ലേ? അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പിന്നെ എങ്ങനാ? പറ, അവൾ പറഞ്ഞോ എന്നെ ഇഷ്ടല്ലാന്ന്? പറ. അനന്തേട്ടാ, എനിക്ക് പേടിയാവുന്നുണ്ട്. പറ ആർച്ച, അവൾക്ക് എന്നെ ഇഷ്ടല്ലേ? അല്ല, കുറെ പൈസ അയച്ചു കൊടുത്താ ഒരു നല്ല ഏട്ടനാവോ? ഞാൻ വേറെന്താ വേണ്ടേ? അവൾക്ക് അവളുടെ ഏട്ടനെ കാണാനുള്ള അവകാശല്ലേ? അവളുടെ കൂടെ ഇരുന്നാ മതിയോ? ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണ്ടേ? ശരി, അറ്റ്ലീസ്റ്റ് അവളോടൊന്ന് സ്നേഹത്തോടെ സംസാരിച്ചൂടെ? ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ. എന്ത്? രാവിലെ 4 മണിക്ക് എണീക്കണം, 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, 1 മണിക്ക് ലഞ്ച് കഴിക്കണം, അതാണോ? അവള് നിങ്ങൾക്ക് ഇട്ടിരിക്കുന്ന പേര് തന്നെ പട്ടാളമെന്ന്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, ആ പറഞ്ഞതൊക്കെ സ്നേഹമായിട്ടാണോ അവൾക്ക് തോന്നിയത് എന്ന്? ഞാനും എന്റെ അപ്പേട്ടനും മിക്ക സമയവും അടിയും വഴക്കുക. പക്ഷെ അതിനോട് മിണ്ടാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഏട്ടന് തിരിച്ചു അങ്ങനെ തന്നെ. ഞാൻ ഇന്നേ വരെ ഒരാളോടും എനിക്ക് അച്ഛനും അമ്മയും ഇല്ലാന്ന് സങ്കടത്തോടെ പറഞ്ഞിട്ടില്ല. കാരണം അവരില്ലാത്ത ബുദ്ധിമുട്ട് എന്താന്ന് ഏട്ടൻ എന്നെ അറിയിച്ചിട്ടില്ല. സമയം 10 കഴിഞ്ഞു, വാ കഴിക്കാം. ഞാൻ കുഞ്ഞിലെ മുതൽ ബോർഡിങ്ങിലായിരുന്നു. വെക്കേഷൻ ടൈമിൽ മാത്രം വീട്ടിൽ പോയെ. ഞാൻ പഠിച്ച സ്കൂളും ഹോസ്റ്റലും ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഞാൻ 6ലോ 7ലോ പഠിക്കുമ്പോഴാ ജാനു. എനിക്ക് അവൾ ഉണ്ടായത് വലിയ ഓർമ്മയൊന്നുമില്ല. പക്ഷെ എല്ലാ മാസവും അവസാന ഞായറാഴ്ച അവര് 3 എന്നെ കാണാൻ വരുമായിരുന്നു. ചോക്ലേറ്റ്സ് കൊണ്ടുവരും. ആകെയുള്ള മധുരമുള്ള ഓർമ്മ അത് മാത്രം. അവള് സ്കൂളിൽ പോവാനായപ്പോഴേക്കും അച്ഛനും അമ്മയും മരിച്ചു. അവള് പിന്നെ വല്യച്ഛന്റെ വീട്ടിലാ നിന്നെ. ഞാൻ വെക്കേഷന് പോലും അങ്ങോട്ട് പോയില്ല. എനിക്കറിയില്ലായിരുന്നു പോയിട്ട് എന്താ പറയണ്ടേ ചെയ്യണ്ടേ എന്നൊന്നും. അവളെ നന്നായി വളർത്തണം, പൈസ ഉണ്ടാക്കണം, അതേ എനിക്കറിയില്ലായിരുന്നു. ഞാനത് ചെയ്തു, ഇപ്പോഴും ചെയ്യുന്നു. ഞാൻ വേറെന്താ ചെയ്യേണ്ടിയിരുന്നേ? ആദ്യമൊക്കെ അവൾ എന്റെ കത്തുകൾക്ക് മറുപടി എഴുതിയായിരുന്നു. പിന്നെ നിർത്തി. അവളയച്ച എല്ലാ കത്തും എന്റെ ഇപ്പോഴും ഉണ്ട്. എനിക്കൊരു ജീവിതം വേണ്ടാന്ന് ഞാൻ വെച്ചതുപോലും അവക്ക് വേണ്ടിയാ. എനിക്കറിയില്ല ഞാൻ ചെയ്തതിൽ എവിടെയാ കുറവ് വന്നേന്ന്. ഒക്കെ അവൾക്ക് വേണ്ടിയാ ചെയ്തേ. അവളുടെ നല്ലതിന് വേണ്ടിയാ അവളെ കൺട്രോൾ ചെയ്തേ. അല്ലാതെ എനിക്ക് വേറെ എങ്ങനെ സ്നേഹം കാണിക്കണ്ടേന്ന് അറിയില്ല ആർച്ച. നീ പറ, നിന്റെ അപ്പോട്ടിന് എങ്ങനെയാ നിന്നോട് സ്നേഹം കാണിക്കാന്ന്? ഞാൻ അതുപോലെ അവളോട് ചെയ്യാം. അപ്പൊ അവൾക്ക് എന്നെ ഇഷ്ടാവോ? അനന്തേട്ടാ, പറ. അപ്പൊ അവൾക്ക് എന്നെ ഇഷ്ടാവൂ അല്ലേ? എന്നാ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഈ നട്ടപ്പാതിരക്ക് ചപ്പാത്തി കഴിച്ച് കിടക്കാന്നല്ലാതെ. ഓക്കെ, നാളെ രാവിലെ ചെയ്യാം. ഹാ, പറ, എന്താ ചെയ്യണ്ടേ? ആദ്യം അവൾക്ക് എന്തൊക്കെയാ ഇഷ്ടമുള്ളത് ഇല്ലാത്തത് എന്നൊക്കെ അറിയണം. നീ പോയി ചോദിച്ചിട്ടോ? ഞാനോ? ഞാൻ പോയി ചോദിച്ചാ അവൾക്ക് എന്നോടല്ലേ സ്നേഹം തോന്നും. അനന്തേട്ടനോട് സ്നേഹം തോന്നണമെങ്കിൽ അനന്തേട്ടൻ തന്നെ പോയി ചോദിക്കണം. ശരിയാ, എന്നാ ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓ, അങ്ങനെ ഈ മുതലൊന്ന് ചിരിച്ചുണ്ട്. അപ്പൊ പുള്ളിയുടെ വീക്ക്നെസ് ജിമ്മൊന്നുമല്ല, അത് ജാനുവാണ്. എന്താടി? ഇന്നു മുതൽ ജാനു കാണാൻ പോകുന്നത് ഒരു പുതിയ അനന്തേട്ടനെയാണ്. അതെന്താ? എടീ, പുള്ളിക്ക് ജാനു എന്ന് വെച്ച ജീവനാ. പാവത്തിന് അത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. ഫ്രഷ് മിണ്ടാതിരിക്കെ. എന്നിട്ട് ഞാനാ ട്രെയിനിങ് കൊടുക്കുന്നത്. അവനെ ഞാൻ എന്നെ അപ്പേട്ടനെയും പോലാക്കും. ഇത് വല്ലതും നടക്കോ? നടക്കും. മിക്കവാറും അവരിപ്പോ കെട്ടിപ്പിടിച്ചിരുന്ന കരയുമായിരിക്കും. വാ പോയി നോക്കാം. ഞാൻ റെക്കോർഡ് ചെയ്യാം. കളർ ബ്ലാക്ക്. ഫുഡ് നോൺ വെജ്. ഇതെന്താടി അശ്വമേധോ? എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഡ്രസ് ഇങ്ങനത്തെ ഒക്കെ തന്നെ. ഫ്ലവർ റോസ്. പ്ലേസ് ഐ ഡോണ്ട് നോ. ഞാൻ എവിടെയും പോയിട്ടില്ല. എവിടെയാ പോവേണ്ടതെന്ന് എനിക്കറിയില്ല. ഡേ ഓർ നൈറ്റ്? നൈറ്റ്. ടീ ഓർ കോഫി? ബോത്ത്. സ്വീറ്റ് ഓർ സ്പൈസി? സ്പൈസി. ഇനി എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ? ഓക്കെ, താങ്ക് യു. വെൽക്കം. ഈശ്വര, ഉള്ള ബോധം കൂടെ പോയോ? ഇത് കണ്ടോ? ഞാൻ ടൗണിൽ പോയിട്ട് വരാം. ഒരു സർപ്രൈസ് ഉണ്ട്. എന്താ? അതല്ലേ പറഞ്ഞ സർപ്രൈസ് ആണ്. അതല്ലേ ചോദിച്ച എന്താണ്? അയ്യോ അനന്തേട്ടാ, കാര്യാക്കണ്ട. ഇത് ജന്മനാ ഇങ്ങനെ. പൊടി. എന്താ
എന്നാലും എന്തായിരിക്കും സർപ്രൈസ്? ആവോ, ജാനു വിചാരിച്ചാണ് പുള്ളിക്ക് ഭ്രാന്തായിരുന്നു. അവളോട് ഇതൊന്നും പറയണ്ട, ഇല്ലെങ്കിൽ അവള് വിചാരിക്കും ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം അനന്തേട്ടൻ അവളോട് സ്നേഹം കാണിക്കുന്നതെന്ന്. അത് ശരിയാ, 2 ദിവസം കൂടല്ലേ ഉള്ളൂ. നിങ്ങളോ സെറ്റാവുന്ന ലക്ഷണം കാണുന്നില്ല. അവരെങ്കിലും സെറ്റാവട്ടെ. പിള്ളേരെ നമ്മളെയാണോ? അല്ലാതെ പിന്നെ നിങ്ങൾ ജാനുവിനെയും കൂട്ടി ഔട്ട് ഹൗസിൽ പൊക്കോ. ഞാൻ വിളിക്കുമ്പോ വന്നാ മതി. അതെന്തിനാ? അതൊക്കെ ഉണ്ട്, വാ. എന്താ കാര്യം? അനന്തേട്ടൻ നിനക്ക് എന്തോ സർപ്രൈസ് തരാൻ പോവാ. ആ ബെസ്റ്റ്. പിള്ളേരെ വാ, ഇതേ നമ്മുടെ രണ്ടെണ്ണം വിളിക്കുന്നു. വാ പോവാ. എന്താ അനന്തേട്ടാ സർപ്രൈസ്? ജാനു, നിന്റെ മുറി ഓപ്പൺ ചെയ്. പുള്ളി സ്വത്തൊക്കെ എഴുതി കൊടുത്ത് വല്ല സന്യാസത്തിനും പോവാണോ? കുറെ കൊല്ലത്തേക്കുള്ളതുണ്ടല്ലോ ഇത്. ഇങ്ങനെ ശരിക്കും യു കെയിൽ തന്നെയല്ലേ വന്നേ? അതോ ജുമാഞ്ചി കളിച്ച വല്ല കാട്ടൊന്നും വന്നതാണോ? ജാനു, സർപ്രൈസ് ഇഷ്ടായോ? നന്നായിട്ടുണ്ട്. വണ്ടർഫുൾ. താങ്ക് യു. നീ 2 ദിവസം കഴിഞ്ഞാ പോകില്ലേ? അതിനു മുമ്പ് ജാനുവിന് എന്നോട് സ്നേഹം തോന്നണം. വേഗം അടുത്ത വഴി പറ. അതിപ്പോ അപ്പൊ എങ്ങനെ നിന്നോട് ബിഹേവ് ചെയ്യാം? ഞങ്ങള് കൂടുതൽ അടിയായിരിക്കും. ഏട്ടൻ എന്റെ മുടി പിടിച്ച് വലിക്കും, എന്നെ ചുമ്മാ നുള്ളും പിച്ചും മാന്തും കടിക്കും ഇടിക്കും അടിക്കും. ഞാനും തിരിച്ച്, പക്ഷെ ഇതോടെ പോയി. എന്താ എന്താ ജാനു, എന്താ പറ്റിയേ? എനിക്കറിയില്ല. ഞാനിവിടെ വെറുതെ നിൽക്കുമായിരുന്നു. അപ്പൊ ആരോ ബാക്കിൽ നിന്ന് വന്ന് എന്നെ പൊക്കി എടുത്ത് നിലത്തിട്ട്. ആരോയോ? ഇവിടെ വേറെ ആര് വരെ? ആ അതെ. എന്താ ഓക്കെ അല്ലേ? പിന്നെ അമേസിംഗ് അമേസിംഗ് എന്ന് പറഞ്ഞാൽ റിയലി അമേസിംഗ്. എന്നാലും ഇവിടെ ആരാ പുറത്തുനിന്ന് വരാൻ? ജാനു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ആയിരുന്നല്ലേ? എനിക്ക് അപ്പോഴേ തോന്നി. ഞാനൊന്നല്ല, അനന്തേട്ടനാ. അനന്തേട്ടന് നിന്നെ ഒത്തിരി ഇഷ്ടം. അത് പ്രകടിപ്പിക്കാൻ ഞാൻ ഓരോ വഴി പറഞ്ഞു കൊടുക്കായിരുന്നു. പക്ഷെ ഇനിയും വഴി പറഞ്ഞു കൊടുത്താ എന്റെ അപ്പോഴത്തെ കേട്ടാ നീ ജീവനോടെ ബാക്കി ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. നമുക്ക് പോവാം. എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് തെളിയിക്കാനാണോ ഇത്രയും ചെയ്തേ? അത് ആർച്ച. അതിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ. എനിക്ക് വേറെ എങ്ങനെയാന്ന് അറിയില്ല. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ജാനു എന്നെ മനസ്സിലാക്കുന്നു. എല്ലാത്തിനും ആരാ കാരണം? ആരാ? നീ. ജാനു എന്നെ ലൈഫിൽ ആദ്യമായിട്ട് കെട്ടിപ്പിടിച്ചു. ആര് കാരണം? നീ കാരണം. അവളെന്നെ സ്നേഹത്തോടെ ഏട്ടാന്ന് വിളിച്ചു. ആര് കാരണം? ഞാൻ കാരണം. ആ, നീ കാരണം. എല്ലാത്തിലുപരി അവളെന്നെ മനസ്സിലാക്കിയല്ലോ. ആർച്ച, 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 നീ ഉറങ്ങിപ്പോയായിരുന്നോ? എന്നാ ഞാൻ ആദ്യം തൊട്ട് പറയാം. അയ്യോ വേണ്ട, നന്ദിയൊന്നും വേണ്ട. ഈ സ്മരണ എന്നും ഉണ്ടായാൽ മതി.
ഭ്രാന്തൻ. മുപ്പാസ് ഏട്ടാ വേണ്ട. ഇല്ല മോളെ, നീയാ സ്റ്റാർട്ട് ചെയ്തേ. ഇതെന്താ സംഭവം? അപ്പോട്ടന്റെ പുന്നാര പെങ്ങള് അപ്പോട്ടിനെ പോലെ അകൻ ട്രെയിനിങ് കൊടുത്തതാ. ഈശ്വര, വന്നിടേ ഇവിടുന്ന് ശബ്ദമൊന്നും കേൾക്കരുതെന്ന് പറഞ്ഞ ആളാ. ഈ പിങ്ങാരുടെ അലപ്പ് കാരണം ബാക്കിയുള്ളവർക്ക് സ്വൈര്യമില്ല. അടിപൊളി. അപ്പോട്ടിനെപ്പ വന്നു? ഇപ്പൊ വാ. ആർച്ച വേണ്ട, അവള് പാക്കിങ്ങിലായിരിക്കും. പാക്കിങ്ങോ? ആ, ഇവരൊന്ന് തിരിച്ചു പോവല്ലേ, നാളെ ക്ലാസ് തുടങ്ങില്ലേ. ഹാ യെസ്. ഏട്ടാ പോവാ. ഹാ, അപ്പോട്ടാ ഞങ്ങളെയും കൂടെ. അത് നീ പറഞ്ഞിട്ട് വേണം. അപ്പൊ ശരി, ജാനുവും അനന്തേട്ടാ. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലെ എപ്പോ വേണേലും ഇവിടെ വന്ന് നിക്കാട്ടോ. മോനെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. ജാനു ബൈ. അനന്തേട്ടാ. ഓക്കെ. ആർച്ച. ഹാ, താങ്ക് യു സോ മച്ച്. അതൊന്നും വേണ്ട, നിന്റെ ഏട്ടനെ എങ്ങനെയും സെറ്റാക്കി തന്നാ മതി. അനന്തേട്ടാ ബൈ. ബൈ. വന്നല്ലോ ഉള്ളിയാർച്ച. അങ്കൻ ജയിച്ചോ? എവിടുന്ന്? ആ കുഞ്ഞിരാമൻ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ല. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഇനി ഒന്നും ചെയ്യണ്ട, മര്യാദക്ക് ഇരുന്ന് പഠിച്ചോ. ഇന്നേ വരെ ഞാൻ ഏതിനെങ്കിലും തോറ്റിട്ടുണ്ടോ? ഇല്ല, ഒക്കെ ജസ്റ്റ് പാസ് അല്ലേ. ഇപ്രാവശ്യം ഇങ്ങനെ നടന്ന അതുപോലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഫൈനൽ എക്സാം കഴിഞ്ഞു മതി വളയ്ക്കലും ഒടിക്കലും ഒക്കെ. ആ, അപ്പോട്ടൻ പറഞ്ഞാലും കാര്യമുണ്ട്. അതുകൊണ്ട് എക്സാം കഴിഞ്ഞ് ഫ്രീ ആയി വളയ്ക്കാം. അപ്പോഴേക്ക് ഏട്ടൻ തിരിച്ചു പോകും. അയ്യോ, എപ്പോഴാ പോണേ? അടുത്ത മാസം, അല്ലെങ്കിൽ അതിന്റെ അടുത്ത മാസം. അയ്യോ, ഫൈനൽ എക്സാമിന് ഇനി ഒരു വർഷമുണ്ട്. ഇപ്പൊ ഏട്ടൻ പോയാൽ പിന്നെ 2 വർഷം കഴിഞ്ഞേ വരും. അതിനിടയിൽ വേറെ ആരെങ്കിലും സെറ്റ് ആയാലോ? അയ്യോ പറ്റില്ല, അതിനു മുമ്പ് എനിക്ക് വളച്ചേ പറ്റൂ. എങ്ങനെ? നീ ഡയറക്റ്റ് ആയി പോയി പ്രപ്പോസ് ചെയ്താ അപ്പൊ തന്നെ റിജക്ട് ചെയ്യും, അതുറപ്പാ. അതുകൊണ്ട് ഏട്ടനായിട്ട് നിന്നോട് ഇഷ്ടം തോന്നണം. നടന്നത് തന്നെ. ഇവരൊരു ടൂറും കൂടെ വെച്ചിരുന്നേ. സത്യം. ഡി കമ്പൈൻ സ്റ്റഡി. ആ, നീയും ഞാനും കമ്പൈൻ സ്റ്റഡി. അത് കൊള്ളാം. അതെ, പക്ഷെ അപ്പോട്ടും വിടോ, കൈയും കാലും പിടിക്കണം. നടക്കില്ല, നടക്കില്ല, നടക്കില്ല. ഏട്ടാ പ്ലീസ്, എനിക്കും വേണ്ട ഒരു ജീവിതം. അയ്യ, കേട്ടതൊന്ന് മൂത്ത് നരച്ച് പൊര നിറഞ്ഞു നിൽക്കുവാ. ഞാൻ പോവും പോവും പോവും. എന്നാ നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. ഏട്ടാ പ്ലീസ്, ഞാൻ നന്നായി പഠിച്ചോളാം. അത് നീ ഇവിടെ ഇരുന്ന് പഠിച്ചാ മതി. ഹലോ. പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ഇല്ല. വേണോ? ശരിയാ, നീയുണ്ടല്ലോ. ആ ഓക്കെ, ഞാൻ തന്നെ കൊണ്ടുവന്നാക്കാം. എന്നാലേ നീ പൊക്കോ. ഇതല്ലല്ലോ ഇത്ര നേരം പറഞ്ഞേ. അത് അവള് ഇങ്ങനെ നിർബന്ധിക്കുമ്പോ. അപ്പൊ എന്റെ നിർബന്ധിക്കലിന് ഒരു വിലയില്ലേ? അവൾക്ക് വന്ന രക്തം, എനിക്ക് വന്ന തക്കാളി ചട്നിയാ? അയ്യോ അങ്ങനല്ല, നീ അബദ്ധമൊന്നും കാണിക്കാതെ അവള് നോക്കിക്കോളാ പറഞ്ഞു. അയ്യോ, കണ്ടോ കണ്ടോ, ഇപ്പോഴേ അവളുടെ സൈഡാ. ഈ കണക്കിന് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ രണ്ടും കൂടെ എന്നെ ചവിട്ടി പുറത്താക്കുമല്ലോ. നീ പോകുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വാ. ഓക്കെ, ഞാൻ എത്തി. ഒരു 10 മിനിറ്റ്. ഏട്ടാ പോ. എന്തൊരു ശുഷ്കാന്തി. ഡി ബുക്ക് എടുക്കുന്നില്ലേ? പെട്ടെന്നുള്ള ആക്രാന്തം ആക്രാന്തം. എങ്ങനെ സാധിക്കുന്നു കൊച്ചി നിന്നെ കൊണ്ട്? എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്. ആ, ദയവ് ചെയ്ത് മണ്ടത്തരൊന്നും ഒപ്പിക്കരുത്. ഇല്ല. പിന്നെ ഇടയ്ക്ക് ഞാൻ വന്ന് നോക്കിക്കോളാം. ആരെ? എന്നെയോ അവളെയോ? രണ്ടാളെ. അങ്ങനെ പറ. എന്താന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല, നീ നോക്കിക്കോണേ. അത് ഞാൻ ഏറ്റു. അപ്പോട്ടും ധൈര്യമായിട്ട് പോ. കേറിച്ചല്ലോ, ഞാൻ പോവാ. ഓക്കെ. എന്നെ പറഞ്ഞു വിടാനുള്ള ഉത്സാഹം വല്ലപ്പോഴും ആ ബുക്ക് തുറക്കാനും കാണിക്കണം. എന്നാ ശരി, ശ്രദ്ധിച്ചേക്കണേ. അച്ചു, എല്ലാം ഓർമ്മയുണ്ടല്ലോ? ഉണ്ട് ഏട്ടാ. ഏട്ടൻ ചെല്ല്. ആളിവിടെ ഇല്ലേ? ഇല്ല, പുറത്തു പോയതാ. വരട്ടെ. നിന്റെ വല്ല പ്ലാനും ഉണ്ടോ? പ്ലാനൊക്കെ ഒരു 100 എണ്ണം എടുക്കാനുണ്ട്.
പക്ഷെ അങ്ങേര് അതില് വീഴുവാന്ന് നമുക്ക് നോക്കാം. പിന്നെ വല്ലതും പഠിച്ചേക്കണേ, ഇല്ല നിന്റെ ഏട്ടൻ എന്നെ കൊല്ലും. 2 മാസത്തെ കാര്യല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞും പഠിക്കാലോ. ഓ, അപ്പൊ നീ 2 മാസം കൊണ്ട് തന്നെ ഏട്ടനെ വളയ്ക്കുവോ? പിന്നല്ല. ജാനു. ആ ഏട്ടാ. ആ, നീ അവിടെ ഉണ്ടായിരുന്നോ? അപ്പു അറിഞ്ഞിരുന്നു രണ്ടാളും ഇനി ഒരുമിച്ച് നിന്നാ പഠിക്കുന്നേന്ന്. ഹാ. എന്നാ നന്നായി പഠിച്ചോ. ഏട്ടൻ എന്നാ തിരിച്ചു പോന്നേ? എന്താ നിനക്കെന്നെ പറഞ്ഞു വിടാൻ തിരക്കായോ? അയ്യോ അങ്ങനല്ല, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. അടുത്ത മാസം. എന്നിട്ട് എപ്പോ തിരിച്ചു വരും? ഇവളുടെ ഫൈനൽ എക്സാമും കഴിഞ്ഞ് റിസൾട്ടും വന്നിട്ട്. ഏട്ടന് ചായ എടുക്കണം? വേണ്ട മോളെ, നിങ്ങൾ എന്നാ പഠിച്ചോ. 1 മാസത്തിനുള്ളിൽ വളച്ചില്ലേ, അങ്ങേര് അവിടെ പോയി വല്ല മദാമേനെയും കിട്ടും. അതിന് അവിടെ ഇപ്പൊ ഇഷ്ടം പോലെ മലയാളികളുണ്ട്. എന്റെ മനുവേട്ടന അവിടെയാ. സത്യത്തിൽ അനുചേച്ചിയാണോ മനുവേട്ടനാണോ നിങ്ങളുടെ കസിൻ? രണ്ടും, മുറച്ചെറുക്കനും മുറപ്പെണ്ണും. യെസ് യെസ്. അപ്പേട്ടൻ പറഞ്ഞത് മിക്കവാറും അവരുടെയും ഞങ്ങളുടെയും കെട്ട് ഒരുമിച്ച് നടക്കുന്ന. എന്നാ ഞങ്ങളെ ഇതും പറഞ്ഞ് ഇവിടെ ഇരുന്ന കെട്ട് നടക്കില്ല. പ്ലാൻ പറ. അങ്ങേരൊരു വികാരമില്ലാത്ത ജീവിയായതിന് ഞാനെന്താക്കാനാ? അതുണ്ടാക്കുന്നത് നിന്റെ കയ്യിലാ. ഞാൻ ഉണ്ടാക്കും. മസാറോ നമ്മൾ മാത്രമേ ഉള്ളൂ, ജാനുവിന് കൂട്ടുന്നില്ലേ? അവളോട് ഹെൽപ്പൊക്കെ ചോദിക്കാം. ടീമില് വേണ്ട, ഒന്നുമില്ലെങ്കിലും അവൾ അങ്ങേരുടെ പെങ്ങളല്ലേ. അത് ശരിയാ. അല്ല എന്താ പ്ലാൻ? ഒരു 100 പ്ലാനും കൊണ്ട് എങ്ങോട്ട് വന്നത്, ഇപ്പൊ ഒന്നും ഓർമ്മയില്ല. ബെസ്റ്റ്. ഡി, എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്. എന്താ? ഏതോ ഒരു ഡ്രാമയെ കണ്ടതാ. ഈ ആണുങ്ങൾക്കേ നമ്മള് മേത്ത് ബോഡി ലോഷനൊക്കെ തേക്കുന്നത് കാണുമ്പോ വികാരം ഉണ്ടാവത്രേ. ആണോ? ആ. എടി മോളെ സാറേ, എന്നിട്ട് നീ ഇതൊന്നും എന്റെ അടുത്ത് പയറ്റി നോക്കിയില്ല? ഇതൊന്നും നിന്റെ അടുത്ത് പയറ്റേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാതെ തന്നെ നീ ഒരു വികാര ജീവിയല്ലേ. എന്നാ ഞാൻ പോയൊന്ന് പയറ്റി നോക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെ എടുത്തിട്ടില്ലേ? ഉണ്ട്. ഓക്കെ, പോയി ജയിച്ചിട്ട് വാ. വിജയ് ഭവാനി ചേച്ചി, ഇന്ന് ഞാനൊരു പൊളി പൊളിക്കും. നീ ഇങ്ങോട്ട് ഇതൊക്കെ എടുത്തോണ്ട്? നിന്റെ ഏട്ടനെ ഞാൻ ഇന്ന് തന്നെ വളച്ചെടുക്കും. ഏട്ടനാണല്ലോ. അയ്യോ, ഏട്ടനെന്താ പറ്റിയേ? എന്താ പറ്റിയത്? അത് സാറ പറഞ്ഞു, ആണുങ്ങളുടെ മുമ്പിലിരുന്ന് സ്കിൻ കെയർ ചെയ്ത അവർക്ക് വികാരം വരുന്നു. കുന്തം, നിന്നെ ഈ ക്വാളിറ്റി കണ്ട പ്രേതത്തിന് പോലും വികാരം വരില്ല. അപ്പോഴാ മനുഷ്യന്മാർക്ക്. ഫേസ് മാസ്ക് വേണ്ടായിരുന്നു. ഏട്ടാ ഏട്ടാ ഏട്ടാ, റൂമിൽ പോയി കിടക്ക്. ഞാൻ വെള്ളം എടുക്കാൻ വന്നതാ. അപ്പൊ എന്തോ ഒരു സോറി എന്താ ഏട്ടാ.